ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് തോരനും അല്ല മെഴുക്കുവരട്ടി അല്ല ചെയ്യാൻ പോകുന്നത്, എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. കോവയ്ക്കയുടെ രണ്ട് എൻഡും കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിന് ഇതുപോലെ ഞാനൊന്ന് കീറിയെടുക്കുകയാണ്. അതായത് നെടുകെ ഒന്ന് കീറുന്നു. ഇപ്പം തീരെ ചെറിയ കോവയ്ക്കയാണെങ്കിൽ 2 കഷ്ണമാക്കിയാൽ മതി. അല്ല കുറച്ചുകൂടെ വലിപ്പം ഉണ്ടെങ്കിൽ അത് 4 കഷ്ണമാക്കാം. ഇല്ല ഇതിലും വലിപ്പമാണെങ്കിൽ 6ഓ 8ഓ കഷ്ണങ്ങളൊക്കെ ആക്കാം. നമ്മുടെ കോവയ്ക്കയുടെ വലിപ്പം അനുസരിച്ച് നമുക്കിതൊന്ന് കീറിയെടുക്കാവേ. അപ്പോൾ ഞാൻ ഈ കോവയ്ക്ക മുഴുവനും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് അതിനോട്ടൊന്ന് പോയാലോ. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നെടുകെ ഒന്ന് കീറിയിടാം. അടുത്തതായിട്ട് ഞാൻ ഒരു സവാള തൊലി കളഞ്ഞ് കഴുകി കീറി വെച്ചിട്ടുണ്ട്. നെടുകയാണ് കീറി വെച്ചേക്കുന്നത്. അതുകൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അടുത്തതായിട്ട് ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ കൂട്ടാനൊരു നല്ല നിറം വരുന്നത്. അപ്പോൾ ഇത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഒത്തിരി ബലം ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിപ്പോവും. ജസ്റ്റ് ഒന്ന് ഇതെല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. എല്ലാം നന്നായി മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതെല്ലാം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഈ സമയം കൊണ്ട് ഒരു 10-12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കടു പൊട്ടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്ക് നേരിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി ഒന്നിട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ 1 സ്പൂണ് ഉണക്കി പൊടിച്ച കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കാന്താരി മുളക് പൊടിച്ചതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതിയാവുമേ. ഇനി ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, അതായത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ കോവയ്ക്ക കൂട്ട് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മുടെ വഴറ്റിയ ചെറിയ ഉള്ളിയും കോവയ്ക്കായ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലായിടവും നമ്മുടെ ആ കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഒക്കെ പിടിച്ചു വരണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് നമുക്ക് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പിന്നെ ഇതിന് ഒരു ശകലം പോലും വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പം തന്നെ അതിന് നല്ല വെള്ളം ഉണ്ട്, വെള്ളം ഇറങ്ങി വരും. അത് കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാവേ. ഇടയ്ക്ക് പിന്നെ 2-3 പ്രാവശ്യം നമ്മളിതിനെ അടപ്പ് മാറ്റി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്കെങ്ങാനും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ഏകദേശം നമ്മുടെ കോവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടി വെക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ടേസ്റ്റാണിത്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസിയും കൂടെയാണ്, ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങളെല്ലാം ഇഷ്ടത്തോടെ വാങ്ങിച്ച് തിന്നും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി.